നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യ ഒരു വക്കീൽ പറഞ്ഞു, സൗദി അറേബ്യയിൽ കൊലക്ക് കൊലയാണല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ കൊലക്ക് കൊല വേണമെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന്. കാരണം റഹീമിനെ വിട്ട കാര്യമാണത്. വക്കീലെ, നിങ്ങൾ നിയമം പഠിച്ച ആളല്ലേ. റഹീം എന്ന് വെച്ചാൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് കൊലപാതകയായതാണ്. നിങ്ങൾ യമനിൽ പറഞ്ഞ സ്ത്രീയൊക്കെ ഉണ്ട്, കാമുകന് കഷ്ണങ്ങളാക്കി 10 സ്ഥലത്ത് വച്ച് സാമാന്യം വിദ്യാഭ്യാസമുള്ള ഒരു കാമുകന് ഒരു മെഡിക്കൽ സയൻസ് ബന്ധമുള്ള ഒരു നേഴ്സ് വിഷം കുത്തിവെച്ച് കഷ്ണങ്ങളാക്കി പല സ്ഥലം വാട്ടർ ടാങ്കിൽ സൂക്ഷിച്ചു വെച്ചാണ്. അതും ഇത് ഒരുപോലെ കാണല്ല വക്കീലേ. അത് കരുതിക്കുട്ടി കൊന്ന് ചെയ്താണ്. ഇത് അപ്രതീക്ഷിത വന്നാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് വന്ന കൊലപാതകത്തിന് കൊല വേണമെന്ന് പറയുന്നത് ശരിയാണോ? കരുതിക്കുട്ടി കൊന്നാൽ കൊലക്ക് കൊലയാണ്. പക്ഷെ അതിനൊന്നും നമ്മൾ പാടില്ല. അവർ രക്ഷപ്പെടുത്താൻ നമ്മൾ ഒരുപാട് സമയം ചെയ്തിട്ടുണ്ടല്ലോ, എത്ര കോടി മുടിക്കത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഒരു കാര്യം വ്യാഖ്യാനിക്കുമ്പോഴും വക്കീലല്ല, രമ്പൂനല്ല, ദൈവമാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ ഭാഷകളും മനസ്സിലാക്കി വേണം പറയാൻ. ഇത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് പോലും പറ്റുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് പറ്റുമെന്നറിയോ? സതീശൻ ജിയാണ് മിടുക്കന, കുഴപ്പമില്ല, നല്ല ആളാണ്. ആദ്യമായിട്ട് സതീശൻ ജി അദ്ദേഹത്തിൻ്റെ ജന്മദിന ആശംസ നേരാണ്. ആയുരാരോഗ്യത്തോടെ മുഖ്യമന്ത്രി പദവി അയച്ചുകൊണ്ട് വർഷങ്ങൾ കാത്തിക്കിട്ടിയെന്നത് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ യാത്രക്കാർ, സ്ത്രീകൾക്ക് യാത്രാ സൗകര്യം അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. ഇപ്പോൾ പെൺകുട്ടികൾക്ക് 3 ദിവസം മെൻസ് പീരീഡ് അവധി. ലക്ഷത്തിൽ ഒരു കുട്ടിക്കാണ് പിള്ളാദം വരുന്നത് എന്ന് പറയും പോലെ ഒരു 100 കുട്ടികൾക്ക് പോലും ഒരു കുട്ടിക്ക് പോലും വിൽക്കാതെ ആ ദിവസങ്ങളിൽ പ്രശ്നം ഉണ്ടാവില്ല. ചിലവർക്ക് ഒരു ദിവസം 2 ദിവസമൊക്കെ വയറുവേനൊക്കെ ഉണ്ടാവും. ശരിയാണ്. അതിന് അങ്ങനെ ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടി ലീവ് എടുക്കാമല്ലോ. അത് തടസ്സം പോകും. അതൊക്കെ പബ്ലിക് അല്ലെങ്കിൽ മൊത്തം ഒഴിവായിട്ട് കൊടുക്കാൻ പിന്നെ ആ കുട്ടികൾക്ക് ക്ലാസ് തിരിക്കാൻ പറ്റുമോ? അത് പ്രഖ്യാപിച്ചാൽ എന്തൊരു അർത്ഥശൂന്യമായിട്ടാണ്. നമ്മുടെ ഗവൺമെൻറ്, സതീശൻ ഗവൺമെൻറ് പോലും അർത്ഥശൂന്യമായിട്ട് ചെയ്യുന്നത്. നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപദേശ സമിതിയില്ലേ, മനഃശാസ്ത്രം അടങ്ങിയത്, ഫിലോസഫിസ്റ്റുകൾ അടങ്ങിയത്, ശാസ്ത്രജ്ഞന്മാർ അടങ്ങിയത്, ആ വിങ്ങില്ലേ, അവിടെ നിങ്ങൾ പറയൂ. ഒരു നിയമം നടപ്പിലാക്കുവാൻ എല്ലാ വർഷവും നോക്കും. അതിന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഇന്നൊരു പ്രസ്താവന നടത്തി, അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്തി. അത് നല്ല കാര്യമാണ്. അതായത് ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾക്ക് ആദ്യമായിട്ട് ടോക്കൺ എടുക്കാൻ വേണ്ടി ക്യൂ വെക്കണം. ഞാനൊരിക്കൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴല്ലോ 5 മണിക്കൂർ ആൾക്കാർ ക്യൂ വെക്കണം. 8 മണി വരുന്നത്, 8 മണി 3 മണിക്കൂർ നിൽക്കണം. അപ്പോൾ ഞങ്ങളൊരു പരിഷ്കാരം വരുത്തി. അവർ ടോക്കൺ അവിടെ പ്രിന്റ് ചെയ്ത് വെച്ചേക്കാം. ആദ്യം വരുന്നവർക്ക് നമ്പർ എടുക്കുക. അപ്പോൾ നമ്പർ വെച്ച് പോകല്ലോ. അപ്പോഴേക്കാണ് കൊറോണ വന്ന് ആ പ്രശ്നം മാറിപ്പോയത്. ഇപ്പോൾ ഒരു കാര്യം വളരെ കറക്റ്റാണ്. ടോക്കൺ എടുത്ത് നിൽക്കണമെന്നൊക്കെ പിന്നെ ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല, ഒറ്റ ക്യൂ മതി. അത് എനിക്ക് തോന്നുന്നത് പ്രായോഗികത്തിൽ അത് നല്ലവരാണ്, ഏറ്റവും നല്ലൊരു പരിഷ്കാരം. അങ്ങനെ ചെയ്യണം, അതാണ് സംഗതി. പിന്നെ ബിന്ദു കൃഷ്ണ തോറ്റു തൊപ്പിയിട്ടാണ് ഇങ്ങനെ എങ്ങനെയോ ജയിച്ചു. ബിന്ദു കൃഷ്ണ ജയിച്ചെങ്കിലും ബിന്ദുക്കൃഷ്ണ ഇത്രയും കാലം നീചമായ രീതിയിൽ, നികൃഷ്ടമായ രീതിയിൽ, നിഷ്കൃതമായ രീതിയിൽ, നിഷ്ഠൂരമായ രീതിയിൽ വെള്ളപ്പള്ളി UDF ഗവൺമെൻറ്റിനെ, UDF നേതാക്കളെയും ആക്ഷേപിച്ച് നടന്ന സമയത്ത് വല്ലവരും പാടുപെട്ട് വോട്ട് കിട്ടി ജയിച്ചു കഴിഞ്ഞപ്പോൾ അവരൊക്കെ പറയണതറിയോ, നേരെ തമ്പൂരിനടുത്തേക്ക് ഓച്ചാനിച്ച് നിൽക്കണത്. എടോ, ഇത് പൊതുമോടിയിൽ 6 മാസം കഴിഞ്ഞിട്ടാകാൻ പാടില്ലായിരുന്നു. പൊതുമോടിക്ക് തന്നെ പോകുന്നുണ്ടോ? എടോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 80% വോട്ട് LDFയുടെ പോകുന്നത് ഈഴവൻ്റെ വോട്ട് ഇതിൽ 80% ബിന്ദുകൃഷ്ണ ഈഴവനല്ലേ. 27 ചെന്നത് 80% വോട്ട് പോകുന്ന ആർക്കാണ്? LDFനാണ്. പാവം മുസ്ലിങ്ങളും ഒക്കെ വോട്ട് ചെയ്താൽ നിങ്ങൾ ജയിപ്പിച്ചത്. അവിടെ നിങ്ങളെ കാണിച്ച് വെറും വഞ്ചനയായി പോയിടാവും. ക്ഷമിക്കാതെ തെറ്റല്ല അതൊക്കെ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ വയനാട്ടിൽ ജനിച്ച ഒരു ആദിവാസി സ്ത്രീയില്ലേ, അവരവസാനം സംഘാനുഭാവിയായ വിദേശ മലയാളിക്ക് സപ്പോർട്ട് ചെയ്യുന്ന പേരിൽ 2 പ്രാവശ്യം തോറ്റു. 3ാമത് പ്രാവശ്യം പിന്നെ ദൈവം തോന്നിയാണ് ഇപ്പോൾ അവിടെ ചെറിയ കീഴിൽ ജയിച്ചത്. അത് മനസ്സിലാക്കണം. അത് തന്നെ വേറൊരു കാര്യമുണ്ട്, ഞാനത് സൂചിപ്പിച്ചാൽ ഇപ്പം എനിക്കത് ഒന്നുകൂടി വ്യക്തമാകാണ്. എന്തറിയോ, ഒരു സ്ത്രീയെ ആക്കുള്ളൂല്ലോ. അപ്പം ബിന്ദു കൃഷ്ണനെ രണ്ടാമതൊരു സ്ത്രീ കൂടി ആക്കിയത് എങ്ങനെയെന്നുള്ള അറിയാമല്ലോ. അത് എത്രയോ സ്വാധീനം ചെയ്തിട്ടാണ് പ്രാസം ഒപ്പിക്കാൻ വേണ്ടി ഒരു ആദിവാസി സ്ത്രീയെ കൊടുത്തത്. അത് MP യുടെ ഭാര്യ കൂടിയാണല്ലോ.
അത് നല്ല വിദ്യാഭ്യാസമുള്ളതാണ്. അതേ സ്ഥാനത്ത് ബിന്ദു കൃഷ്ണകല്ല മറ്റേ ഷാനിമോൾ ഉസ്മാനാണ് ആ സ്ഥാനം എല്ലാം കൊണ്ട് 99% ഉറപ്പായിരുന്നു. ആ തലേന്നാണ് ചെറിയ ചെന്ന് കളിച്ച് ചെറിയാര് കളിപ്പിച്ചാണ്. കാരണം ബിന്ദു കൃഷ്ണ കളിപ്പിക്കാൻ ബിന്ദു കൃഷ്ണ സമ്മതിച്ചില്ല. അതേ സ്ഥാനത്ത് എവള് വന്നപ്പോൾ കെട്ടിപ്പിടിക്കാൻ സമ്മതിച്ചു. അതൊരു മൈനസ് പോയിന്റ് ആയില്ലേ? അന്ന് ഞാൻ പറഞ്ഞത് എടോ ബുദ്ധിശൂന്യരായ മുസ്ലിം സമുദായമേ, നിങ്ങളെയൊക്കെ ഒതുക്കാൻ കാരണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ പെട്ടുപോകല്ലേ? ഒരു മുസ്ലിം സ്ത്രീ അന്യപുരുഷനെ പരസ്യമായിട്ട് കെട്ടിപ്പിടിക്കുക, രഹസ്യമായിട്ട് പലതും ചെയ്യുക, അത് പറയല്ല. കെട്ടിപ്പിടിക്കുന്നത് ശരിയല്ല എന്നറിയാലോ. അത് ഒരു കാരണം കൂടി കാരണം ബിന്ദുവിന് കിട്ടി. അപ്പം ബിന്ദുവിന് കിട്ടാൻ വേണ്ടി കളിച്ചല്ലേ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? ഇതൊക്കെയാണ് അവസ്ഥ. ഇതിൻ്റെ അവസ്ഥ ഇതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും കോൺഗ്രസിനോടും ലീഗിനോടൊക്കെ ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞ ഒന്നും പറയാനുള്ളത് ഒന്നുകൂടി പറയണം. ഈ മണ്ടന്മാരുടെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. കഴിഞ്ഞ 10 വർഷം എന്തുകൊണ്ടാണ് UDF തോറ്റത്? എന്തുകൊണ്ട് LDFന് 90-95 സീറ്റ് കിട്ടിയത്? 99-95 സീറ്റ്. അത് കോൺഗ്രസ് നേതാക്കൾക്ക് ആർക്കെങ്കിലും മനസ്സിലാക്കി? കുഞ്ഞാക്കൾക്ക് പോലും മനസ്സിലാക്കണ്ടോ? LDF മനസ്സിലാക്കണ്ടോ? LDF അല്ലാതെ അവരുടെ വളർച്ചുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർച്ചുകൊണ്ടല്ല. അറബിക് സർവകലാശാല തുടങ്ങണം പറഞ്ഞിട്ട് തുടങ്ങാത്തതിൻ്റെ പേരിൽ മലബാറിലെ മുസ്ലിങ്ങൾ 10,000 മുസ്ലിങ്ങൾ 4 പ്രാവശ്യം ട്രിവാൻഡ്രത്ത് ചെന്ന് ഈ രമേശിൻ്റെയും അന്ന് ഉമ്മൻചാണ്ടിയും ഒക്കെ ഉള്ള മാണിയൊക്കെ ഉള്ള കാലം അവരെ കാല പിടിച്ച് അന്ന് കുഞ്ഞാക്കല്ല അവർ കളിയാക്കി വിട്ട് അവഹേളിച്ച് വിട്ട്. കാരണം എന്താ പോയെന്നറിയോ? 10,000 പേര് പോലും സംസാരിക്കാത്തൊരു ഭാഷയാണ് കേരളത്തിൽ സംസ്കൃതം. ആ സംസ്കൃതത്തിന് കാലടിയിൽ ഒരു സർവകലാശാല തുടങ്ങി. അത് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ബഷീറാൻ്റെ പുറകിൽ കളിച്ച് വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ. അറബിക് സംസ്കൃത സർവകലാശാല തുടങ്ങിയ കാലത്ത് ഞങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ല. കാരണം അറിയോ? ഏത് ഭാഷ ആര് പഠിക്കുന്നു നല്ലതാണ്. അതുകൊണ്ട് സംസ്കൃത ഭാഷയ്ക്ക് ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങിയ കൊടുത്ത് ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. അതുകൊണ്ടല്ല. പക്ഷേ 200 കോടിയോളം ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് ലോകത്ത് അറബി എന്നത്. അതൊരു ജാതി മതത്തിനല്ല. സംസ്കൃതം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൽ മാത്രമേ ഉള്ളൂ. മുസ്ലിങ്ങളോ ക്രിസ്ത്യാനിക്കൊന്നും വരുന്നില്ല. പക്ഷെ അറബി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയും മുസ്ലിം യഹൂദിയൊക്കെ ഉപയോഗിക്കുന്ന ദേശീയ ഇൻ്റർനാഷണൽ ഭാഷയാണ്. ആ ഭാഷയ്ക്ക് സത്താർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം പറയുകയും അത് പാർലമെന്റ് മുമ്പോട്ട് LDF അയക്കുമ്പോൾ നിർദ്ദേശം ചെയ്ത് എന്ത് പറ്റിയോ കുഞ്ഞാക്ക, എന്ത് പറ്റിയോ പിന്നെ ബഷീറെ, എന്നിട്ട് അത് വേണമെന്ന് പറഞ്ഞ് 4 പ്രാവശ്യം 10,000 ആൾക്കാരെ വെച്ച് 5 വർഷം കൊണ്ട് നടത്തിയിട്ട് നിങ്ങൾ കളിയാക്കി അവഹേളിച്ചിട്ട് അതിൻ്റെ ഒരു ബഹിസ്ഫുരണം അല്ലെങ്കിൽ ഒരു പാർശ്വഫലമാണ് മുസ്ലിം സമുദായത്തിൽ ഒരു 2-3% പേര് വലത്തേക്ക് നോക്കിയത്. അതിൽ ലീഗിലേക്ക് കോൺഗ്രസ് നോക്കിയത് മുസ്ലിം 3% പേര് ഇടത്തേക്കൊന്ന് നോക്കി. ആ ഇടത്തേക്ക് നോക്കി അവർ പ്രതിഷേധം വോട്ടിൽ കൂടി രേഖപ്പെടുത്തിയതിൻ്റെ പേരിലാണ് 99 സീറ്റ് CPM കിട്ടുക. അല്ല, CPM വളർച്ചയല്ല. അതെന്താ അറിയുമല്ലോ. എന്നിട്ട് 60 സീറ്റ് കേരളത്തിൽ ജയിക്കുന്നത് 500-2000 വോട്ടാണ്. ഒരു 3% വോട്ട് മാറിയാൽ അതിന് 1.5 ലക്ഷം വോട്ടുണ്ട് വിചാരിക്കുക. അപ്പോൾ 4,500 വോട്ടാണ്. അപ്പോൾ 500 മുതൽ 2000 ജയിക്കുന്ന ഒരു 60 മണ്ഡലത്തിൽ ഈ 4,000 വോട്ട് മാറിക്കാൻ സ്വാഭാവികമായിട്ടും അവരിൽ ജയിക്കില്ലേ? അങ്ങനെയാണ് 99 സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടിയത്. അല്ല, കമ്മ്യൂണിസ്റ്റ് വളർന്നിട്ടില്ല, തകർന്നു നിൽക്കല്ലേ പണ്ടോ ഇപ്പോഴത്. ഇതുവരെ കോൺഗ്രസ് മനസ്സിലായില്ല, സതീഷ് മനസ്സിലായില്ല, കുഞ്ഞാക്കൾക്ക് മനസ്സിലായില്ല, ഈ വീട്ടുകൾക്കൊന്നും മനസ്സിലായില്ല. പിന്നെ എന്താ അങ്ങനെ 2 പ്രാവശ്യം 10 വർഷം കണ്ണടിച്ച് അവസാനം രക്ഷയില്ല. യുവമാർ എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് ബോധ്യപ്പെട്ട പേരിലാണ് തലക്കാൽ ഓടി BJP വരില്ലേ. കാരണം UDF ഇത്തവണ തോറ്റാൽ LDF ജയിക്കും, LDF തോൽക്കും, അതുകൂടി UDF തോൽക്കും. അത് BJPക്ക് ഏകപക്ഷമായിട്ട് വരും എന്നുള്ള രീതിയിലാണ് പ്രത്യേകിച്ച് 3 ജനസംഖ്യയുള്ള മുസ്ലിം സമുദായം ബ്ലോക്കായിട്ട് 3% 97% വോട്ടും ഇത്തവണ UDF ചെയ്തത്. എന്നിട്ട് എന്ത് ഈ 102 സീറ്റ് കിട്ടി 44% കിട്ടിയ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 4% വോട്ട് BJP ആയിട്ട് കായലൊരു ഭാരത്ത് വരില്ലല്ലോ. LDFനോട് പാഠം പഠിപ്പിക്കാൻ വേണ്ടി UDFന് വോട്ട് ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഈ 102 സീറ്റ് കിട്ടിയത്. അപ്പോൾ 102 സീറ്റ് കിട്ടിയപ്പോൾ പിന്നെ സതീശനൊരു തോന്നലുണ്ട്, ഇത് എൻ്റെ കഴിവാണ്. ബിന്ദുകൃഷ്ണൻ തോന്നുന്നു ഇത് എൻ്റെ കഴിവാണ്, എൻ്റെ സമുദായം വോട്ട് ചെയ്തിട്ടാണ്. അതിമോഹം വേണ്ട സതീശൻജി, അതിമോഹം വേണ്ട ബിന്ദുകൃഷ്ണ. ഇപ്പം മുഖ്യമന്ത്രിയുടെ മകൻ
മുഖ്യമന്ത്രി മകനല്ല, വെള്ളാപ്പള്ളി മകൻ മുഖ്യമന്ത്രി കണ്ട് സംബന്ധിച്ച എന്തൊരു ആഹ്ലാദത്തോടെയാണ് സ്വീകരിച്ചതൊക്കെ. അതായത് പണ്ടൊരു ചായക്കടയിൽ അച്ഛൻ സപ്ലൈ പറയും, മകൻ കൊടുക്കും. അപ്പം കൊടുന്ന് പറയും, കൊടുന്ന് പറയും. കൊടു എന്ന് പറഞ്ഞാൽ കൂടുതൽ കാര്യമായി ശ്രദ്ധിച്ചാൽ ഒരു സാധാരണ ശ്രദ്ധിച്ചാൽ മതി. കൊടുന്ന് 2 പ്രാവശ്യം പറഞ്ഞാൽ അത് കൂടുതൽ ശ്രദ്ധിക്കുക. അതുപോലെ ഈ സ്വീകരണത്തിൻ്റെയൊക്കെ ഒരു രീതി കണ്ടാൽ അതൊക്കെ എവിടേക്കാണ് പോകുന്നത്, എങ്ങോട്ട് പോകുന്നത് സാമാന്യ ബുദ്ധിയുള്ള മനഃശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവും. നമ്മൾ സ്വീകരിക്കും, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയുന്നത്, ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മത്സര സിനിമാടല്ലേ സുരേഷ് ഗോപി BJP മന്ത്രിയാണ്. BJP മന്ത്രി പോയി സ്വീകരിച്ചത് ഒരു തെറ്റുമില്ല. പക്ഷെ ആ സ്വീകരണത്തിന് സ്റ്റൈലുണ്ട്, നേച്ചർ ഓഫ് ബിഹേവിയർ. ആ സഭ അത്ര ആത്മാർത്ഥമായിട്ടാണ്. ആൾ കോൺഗ്രസ്സാണ്, കോൺഗ്രസ് ജയിച്ചു, അവർ തോറ്റു, ഇത്തവണ സീറ്റിൽ മത്സരിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ സാമാന്യ ബുദ്ധിയുള്ള മനഃശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തന്നെ വായിക്കാൻ പറ്റുന്നതേ. അത് സതീഷിൻ്റെ ആയാലും വായിക്കാം, രമേശ് ആയാലും ഏത് രീതിയാണെങ്കിലും വായിക്കാം. മനഃശാസ്ത്ര വിദ്യാർത്ഥി ആയിരുന്നാൽ മതി, അല്ല വലിയ ഇതൊന്നുമില്ല. അപ്പോൾ ബിന്ദു കൃഷ്ണയുടെയൊക്കെ ആ ഒരു രീതിയിലുള്ള ശ്രമം ഒന്ന് മനസ്സിലാക്കണം. അത് ചെമ്മീൻ ചെറിയല്ല, അത് കരുതി കൂട്ടി ചെയ്താണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ ചെയ്യിച്ചാണോ എന്ന് ആ ഒറ്റ കെട്ടിപ്പിടുത്താണ് ആ സ്ഥലം പോയത്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ വന്നതിൻ്റെ പേരിലാണ്. അപ്പോൾ അത് ഇതുവരെ ലീഗുകാർക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, മുസ്ലിം ലീഗിൻ്റെ തൊപ്പിയും വെച്ച് കുഞ്ഞാക്കാനെയും കണ്ടുകൊണ്ട് സതീഷ നിങ്ങൾ ഭരിക്കാന്ന് വിചാരിക്കില്ലേ? ആകെയുള്ള വോട്ടിൽ 4-1 മാത്രമാണ് മുസ്ലിങ്ങളുടെ വോട്ട് ലീഗിനുള്ളു. ബാക്കി 3 ഭാഗം പുറത്താണ്. അത് ഏതാണ്ട് ഒരു 10-20%, അത് 4-1 5-1 കോൺഗ്രസിലോട്ട് വയ്ക്കുക. ബാക്കി അപ്പോഴും ഏതാണ്ട് 60% മുസ്ലിം വോട്ട് പുറത്ത് കിടക്കുകയാണ്. അത് സതീശൻ മനസ്സിലാക്കണം. നിങ്ങൾക്കിപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ ഇട്ടല്ലോ നിങ്ങളിൽ. ഇതിനു മുമ്പ് നിങ്ങൾക്കത് ഉണ്ടായില്ല. ഇപ്പോൾ നിങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ ജീവികൾ ഉണ്ടാകണം, മസ്റ്റാണ്. അവരോട് ചോദിക്കാം, ഈ സ്റ്റാഡി എന്താണ് ഈ മൊയ്തീൻ ഷേഖിനെ പറയില്ല കുറേ വർഷമായിട്ട്, ഇത് വല്ല സത്യത്തോട് ചോദിക്കുക. എന്നിട്ട് അവർ വാക്കുകൾക്ക് മൊയ്തീൻ ഷേഖിന്റെ വാക്ക് കേൾക്കണ്ട. 60% മുസ്ലിങ്ങൾ ഇപ്പോഴും കോൺഗ്രസ് ലീഗിന് പുറത്താണ് കിടക്കുന്നത്. ആ ഗ്രൂപ്പിലാണ് ഞങ്ങളുടെ കയ്യിൽ വന്നേക്കുന്നത്. മനസ്സിലായില്ലേ? ഞങ്ങളെ കൂടെ പോയതാണ്, അല്ല അവർ ഞങ്ങളുടെ അടുത്തേക്ക് ഒന്നല്ല. ഞങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളാരും ഇവിടെ അവർ പറഞ്ഞപ്പോൾ അവർ കാര്യം മനസ്സിലായി, ഒരേ ദൂൽ പക്ഷികളാണ്. അപ്പോൾ ശരിയാണ്, മൊയ്തീൻ ഷാഹി ഗ്രൂപ്പ് പറഞ്ഞത് സത്യമാണല്ലോ എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്നത്. അതാണെങ്കിൽ എൻ്റെ ഓരോ ദിവസം പരിപാടി രഹസ്യമായിട്ട് അന്വേഷിക്കല്ലോ. ഷാ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുക, അറിയാം എത്ര ഏത് രീതിയിലൊക്കെയാണ് ബന്ധപ്പെടുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അഭ്യാസമൊന്നും എടുക്കണ്ട, മാന്യമായിട്ട് ഈ സമുദായത്തിന് കിട്ടേണ്ട അർഹമായ സ്ഥാനം മാന്യമായിട്ട് കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ ഭരിക്കാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞ മുസ്ലിം ലീഗിയുടെ പേരൊന്ന് മാറ്റാൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് സാധിക്കുകയും. ഞാൻ പറഞ്ഞത് CM-നോട് പറഞ്ഞു, ഞാൻ ബഹുമാന്യനായ ആദരണീയായ കേരള ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളയുടെ സതീശൻ ജി അവരുകളോടാണ്. പഴയ സതീശൻ അല്ല, ഇപ്പോൾ സതീശൻ സാർ CM ആണ്. നിങ്ങൾക്ക് ഒരുപടി കാര്യങ്ങൾ അറിയാനുള്ള അന്വേഷണങ്ങൾ അറിയാനുള്ള രഹസ്യ വിഭാഗങ്ങളുണ്ട്. പോലീസ് സെക്ഷൻ, നിങ്ങൾ വകുപ്പല്ലെങ്കിൽ നിങ്ങളുടെ ആളുള്ള മന്ത്രിസഭ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോഴേ നിങ്ങൾ അന്വേഷിക്കണം. എന്താണ് ഈ 10 വർഷം തോറ്റുപോയത്, ഇപ്പം എങ്ങനെയാണ് കിട്ടിയത് എന്നൊക്കെ നോക്കണം, എന്നൊക്കെ ശ്രദ്ധിക്കണം. എന്നിട്ട് അതുപോലെ ചെയ്യണം. ഇപ്പോൾ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ എല്ലാ ബഹുമാനവും എല്ലാ ആദരവും നൽകി കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ റെസ്പെക്റ്റും പാട്ട് പറയാണ്, ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല. പക്ഷേ താങ്കളുടെ പേര് ഒരു ആരോപണം കേട്ടപ്പോൾ ഈ അടുത്ത കാലത്ത് 1-ാം തീയതിയാണെന്ന് അറിയില്ല, അത് 30-ാം തീയതി, ഏപ്രിൽ 30 അല്ലെങ്കിൽ മെയ് 1, നിങ്ങൾ സ്വകാര്യ വിമാനത്തിൽ മംഗലാപുരം സന്ദർശിച്ച ഒരു പരാതി കുറേ നാളായി കേൾക്കുന്നു. നിങ്ങളൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് എന്നെ ബാധിക്കില്ല എന്നാൽ ഞാനല്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. മൗനം വിദ്വാന് ഭൂഷണമുണ്ട് സാർ, അതുപോലെ മൗനം സമ്മലക്ഷണം രണ്ടുമുണ്ട്. മൗനം വിദ്വാന് ഭൂഷണം സംഭവിച്ചു, പക്ഷേ ഇതിൽ മൗനം സമ്മലക്ഷമാവും. അത് നിങ്ങൾ സത്യം പറയണം, എന്തിന് ഞാൻ പോയി, അത് പബ്ലിക്കിനെ അറിയിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്ത് UDF വോട്ട് ചെയ്ത ആൾക്കാരെ ബോധ്യപ്പെടുത്തണം. അതായത് സീസറിൻ്റെ ഭാര്യ കൈ ശുദ്ധമായിക്കെന്ന് പറയുമ്പോലെ നിങ്ങൾ CM ആണ്, ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളയാണ്, നിങ്ങൾ കൈ ശുദ്ധമായിക്കണം. പ്രഥമ ദൃഷ്ടിയ ബാഹ്യമായിട്ട് ആന്തരികമായിട്ടൊക്കെ പലതും നടക്കാൻ പോട്ടെ, അത് നിങ്ങൾ ഇതിനെ ഉത്തരം പത്തല്ല. ദിവസത്തിൽ 1 മാസമായി 4-ാം തീയതി ഓട്ടോ, ഇപ്പോൾ 1 മാസം, നാളെ June 1 നാളെ 1 മാസമായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഒരക്ഷരം കിട്ടിയിട്ടില്ല.
കുഞ്ഞാക്കൊന്നും ചോദിക്കാൻ ധൈര്യമില്ല, കുഞ്ഞാക്കും ചോദിക്കുന്നില്ല. അവർ പകച്ചു. 102 സീറ്റ് കിട്ടിയോടി അവർ പകച്ചു പോയി. 102 മുമ്പിൽ 22 സീറ്റ് എത്തിയാൻ പറ്റുള്ളൂ തോന്നുന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് ചോദിക്കാം, ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കാം, പാർട്ടി നോക്കിയോ അധികാരത്തിന് വേണ്ടിയല്ല. അത് നിങ്ങൾ ഉത്തരം പറഞ്ഞു തരൂ, വ്യക്തമായിട്ട് പറയണം. എന്തിന് നിങ്ങൾ പോയി, എന്താണ് അതിന് ഉദ്ദേശമുള്ളത്? സംഗതി വളരെ ഗുരുതരം. ഓരോ കാര്യങ്ങളും കാണുന്ന കേൾക്കുന്നൊന്നും അത്ര ശുഭകരമായ ഒരു കാര്യമല്ല. പലതിലും പല പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ഇതുണ്ട്, കീഴ്പ്പെടലൊക്കെ ഉണ്ട്. ഞാൻ വല്ല അച്ഛൻ്റെ പേരിൻ്റെ കൂടെ മേനോൻ ചേർത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ അതൊക്കെ സ്ഥിരം ഉപയോഗിക്കേണ്ടിരുന്നത്. ഇലക്ഷൻ കിട്ടി, വോട്ട് കിട്ടിയ ശേഷം പിന്നെ മേനോൻ എടുത്ത് കാണിക്കുന്നതൊക്കെ അതൊക്കെ ഒരു ബുദ്ധിജീവികൾക്ക് അതിനെക്കുറിച്ചൊക്കെ വലിയ സംശയങ്ങൾ വന്നാൽ കുറ്റം പറയാൻ പറ്റില്ല. ബുദ്ധിജീവികൾക്ക് അക്ഷാഭ്യാസം ഉണ്ട്, പക്ഷെ പണമുണ്ട്, അക്ഷാഭ്യാസമൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് ബുദ്ധിയില്ലാതെ പറഞ്ഞിരിക്കാനില്ല. അത് വിധേയരാണ്. കമ്മ്യൂണിസ്റ്റുകളിലെ വിധേയർ, കോൺഗ്രസിലെ വിധേയർ, ലീഗിലെ വിധേയർ, അവർ നേതാക്കൾക്ക് വിധേയരാണ്, അടിമകളാണ്. അവരൊന്നും ചിന്തിക്കില്ല, അവർക്ക് പറയുന്നില്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാലായെടുത്തൊരു സഖാവ് മരിച്ചു. അത് നിങ്ങൾ അറിഞ്ഞില്ല? ഇത് ഞങ്ങൾ അറിഞ്ഞില്ല. അത് പത്രം വായിക്കുക, ഞങ്ങൾ ദേശാഭിമാനി മാത്രമേ വായിക്കുള്ളൂ. അതിൽ കൊടുത്തൂല, അവർക്ക് മോശമാണല്ലോ, അവർ പരസ്പരം എന്തോ പ്രശ്നമില്ല. അതുപോലെ ദേശാഭിമാനി പത്രം മാത്രം വായിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ അവർ ബ്രെയിൻ വാഷ് ഇരിക്കുകയാണ്. അതുപോലെ കോൺഗ്രസ് അനുഭാവികളും ലീഗ് അനുഭാവികളും. അപ്പോൾ നേതാക്കളെ ചോദ്യം പറ്റില്ല, ഇവർ സ്ഥാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മുസ്ലിം ലീഗ് ഈ അടുത്ത കാലത്ത് എടുത്ത കാര്യങ്ങൾ വലിയ ഉചിതമാണ് കാര്യങ്ങൾ. എന്താണെന്നോ, ഈ മന്ത്രിമാരുടെ സ്റ്റാമ്പ് നിശ്ചയിച്ചാൽ പാർട്ടിക്ക് ഒരു പിടുത്തം വേണമെന്ന സംശയമില്ല. അപ്പോൾ പാർട്ടി അവർ 5000 പേര് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് മൊത്തം വേണ്ടത് 6 മന്ത്രിമാർ, 5 മന്ത്രിമാർ, 150 പേര് വേണ്ടത്. 150 പേർക്ക് വേണ്ടി 5000 പേര് ലിസ്റ്റ് ക്ഷണിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ അവർ സെലക്ട് ചെയ്ത് 300 പേര് ലിസ്റ്റ്. ആ 300 പേരിൽ ആളെടുക്കാവുള്ളതുണ്ട്. അതൊക്കെ നല്ല കാര്യമാണത്. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാലിക്കണത്, അത് കോൺഗ്രസ് പാലിക്കണം. അല്ല അച്ഛനെയും മകനെയും ബന്ധുവൊക്കെ വയ്ക്കരുത്, കുടുംബക്കാരെ വെച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. 5 വർഷം സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഈ ഗവൺമെൻറ് ഭരിക്കണം. അടുത്ത 5 വർഷം ഭരിക്കുള്ള 10 വർഷം കേട്ടാൽ പിന്നെ അങ്ങനെ വരില്ല. അതിനിപ്പോഴേ ഇങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ബിന്ദുകൃഷ്ണൻ ഇപ്പോൾ ജനങ്ങളുടെ അറിയിപ്പോൾ വികാരം ഞങ്ങളീ പറഞ്ഞതല്ല. ഞങ്ങൾക്കിപ്പോൾ ബിന്ദുകൃഷ്ണൻ ഇപ്പോൾ RS ഞങ്ങൾക്കെന്ത് ഒരു വ്യക്തി സ്വാതന്ത്ര്യമല്ലേ. പക്ഷെ അവർ പബ്ലിക്കിനെ വോട്ടിട്ട് ജയിച്ചതിന് ശേഷം അല്ല UDF വെച്ച് ക്ഷീണം. പിന്നെ ഐഷ പോയിട്ട് വെച്ചില്ല, വേറെ ആൾ വെച്ചെങ്കിൽ ഇത്തവണ രാജഗോപാൽ തോറ്റുനോക്കിയിട്ട് വരെ ഐഷ പോയിട്ട് വെച്ച വിലയാണ് 1000 വോട്ട് ജയിച്ചത്. അത്ര എതിർപ്പുണ്ടായത്. പക്ഷെ ഐഷ പോയിട്ട് അധികാരത്തിൽ സ്ഥാനമാനം പോയി അവർക്ക് എല്ലാ ആനുകൂല്യം പറ്റിച്ച ശേഷം അവസാനം 17 വയസ്സായപ്പോഴും വീണ്ടും MLA മന്ത്രിയാൻ വേണ്ടി പോയി നിങ്ങൾ ക്ഷണിച്ചില്ലേ? എന്ത് മാന്യതയാണ് ഐഷ പോയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ കൊണ്ടുപോയി നിർത്തിയത്. അതല്ലെങ്കിൽ അവിടെ രാജഗോപാൽ തോൽക്കുമായിരുന്നു, ഒരു സംശയമില്ല. അപ്പോൾ വേറെ ആളുണ്ട്, നമ്മുടെ ശശി. ഇത്രയും പേരുദോഷം കേട്ട് ശശി വേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവില്ല. ആ ശശി നിങ്ങൾ കൊടുത്തില്ലേ? തോപ്പിട്ട് പോയില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, സതീശൻജിയുടെ കഴിവോ അല്ലെങ്കിൽ മറ്റൊരു കഴിവൊന്നുമല്ല. വോട്ട് ഇത്രയും കിട്ടി ജയിക്കാൻ കാരണം, ഞാൻ വോട്ട് ലിസ്റ്റ് കാര്യം പറഞ്ഞു, ഒന്നുകൂടി ഞാൻ പറഞ്ഞാൽ നിർത്താം, അല്ലാതെ പറഞ്ഞു മടുത്തല്ലോ. ഈ ആകെ വോട്ടർമാരിൽ 4 വോട്ട് ഉണ്ടെങ്കിൽ 1 വോട്ട് മാത്രമാണ് സതീശൻജി നോൺ മുസ്ലിമിൽ കിട്ടിയിരിക്കുന്നത്. ബാക്കി 3 വോട്ട് കിട്ടിയിരിക്കുന്നത് മുസ്ലിമിൽ നിന്നാണ്. എന്തുകൊണ്ട് അവർ UDF വോട്ട് ചെയ്ത്? സതീശൻജിയുടെ പ്രേമം കൊണ്ടോ അല്ലെങ്കിൽ കുഞ്ഞാക്കളുടെ സ്നേഹം കൊണ്ടോ അല്ല. ഇത്തവണ UDF തോറ്റാൽ LDF ജയിച്ചാൽ അതോട് UDF തീരും, LDF തീരും. അപ്പോൾ ഏകപക്ഷമായിട്ട് BJP വരും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് അവർ വോട്ടിൽ ഇത്രയും വോട്ട് UDF ചെയ്ത് UDF നിലനിർത്തിയത്. ആ ഒരു കാരണം കൊണ്ടാണ്, അല്ല സതീശൻജിയുടെ കഷ്ടത്വം കൊണ്ടല്ല. ഞാൻ പറഞ്ഞുതരാം. സതീശൻജി പറഞ്ഞല്ലോ, ഞങ്ങൾ 4 ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചു. ഈ 4 ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചത് ആരായിരുന്നു? പഴയ കോൺഗ്രസ് തന്നെയല്ലേ. പുതിയതായിട്ട് ആരും ജയിച്ചിട്ടുണ്ടോ? അങ്ങനെ ചേർപ്പിൽ നിങ്ങൾ ജയിപ്പിച്ചോ? അവിടെ ജയിക്കണം മനസ്സിലാക്കും സഖാവിന്. പിന്നെ നിലമ്പൂർ ഇയാൾ അൻവർ നിന്ന് 10,000-20,000 വോട്ട് വാങ്ങിയിട്ടില്ലേ? അപ്പോൾ അത് ഒരാളുടെ പ്രത്യേക മഹത്വമാണെന്നോ അതിൻ്റെ പേരിലാണെന്ന് വങ്ങിച്ച് കാണിക്കാൻ ആദ്യം ദുർവാശി കാണിക്കുന്നത് ഒന്നുമില്ല. ജനങ്ങളെ സംബന്ധിച്ച് നിങ്ങളോട് പ്രത്യേക ഒരു അത്രമധികം മതിപ്പ് വിലയല്ല. നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്നു വോട്ടർമാർ, ഒരു UDFൻ്റെ നേതാവ് നിലയിൽ, ഇപ്പം മുഖ്യ നിലയിൽ. അതൊക്കെ അനുസരിച്ച് വേണം കാര്യം നടത്താൻ. അതല്ലെങ്കിൽ അപകടമാണ്. പിണറായി വിജയൻ താഴെ ഇറക്കിയെങ്കിൽ സതീഷ് ഇന്ത്യക്ക് താഴെ ഇറക്കി അത്ര 10 പ്രയാസമില്ല.
അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായിജി ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളൊന്ന് മാറിക്കൊടുത്ത് നിങ്ങൾക്ക് ശേഷം ഈ ലോകം ഉണ്ടാവണമെന്നേ, പാർട്ടി ഉണ്ടാവണം, കേരളം ഉണ്ടാവണം, ജനങ്ങളുണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒഴുകുന്ന ഈ സഖാക്കളെ നിങ്ങൾ എന്താ പറയുക? ഒരു ബുദ്ധിജീവിയുടെ ഒരാളാണ് ആ പുള്ളി. പിണറായിക്ക് വേണ്ടി എന്തോ ഒരു ഇത്രയും മോശമായി പ്രവർത്തിച്ചതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എങ്ങനെ ഇനി നാളെ രാജ്യം ഭരിക്കാൻ പറ്റും? അതായത് രാജ്യം തിളങ്ങുന്നു എന്ന് പറഞ്ഞ് മഹാജൻ കോടിക്കൊരു പരസ്യം കൊടുത്തു. അന്ന് വാജ്പേയി വാജ്പേയിയുടെ കാലത്ത് വോട്ടിട്ടപ്പോൾ പൊട്ടി പോലീസായിപ്പോയി. അപ്പോൾ എവിടെ നോക്കിയാൽ 100 മീറ്ററുള്ളിൽ ഓരോ വലിയ ഫ്ലെക്സാണ് പിണറായിയുടെ. ഒരു സ്വകാര്യ സ്ഥാപനം പോലും അത്രയും വ്യക്തി പരസ്യം കൊടുത്താൽ ഇഷ്ടാവില്ല, സ്വകാര്യ സ്ഥാപനം പോലും. അപ്പം പിന്നെ ഗവൺമെൻറ് സ്ഥാപനം വേണം, ഗവൺമെൻറ് പബ്ലിക്കിന് വേണമല്ലേ. വേറെ ഒരു മുഖം കാണിച്ചില്ല. അർഹതപ്പെട്ട എത്ര മുഖം ഉണ്ടായി? ശൈലജയുടെ മുഖം കാണിക്കാന്നു, രാധാകൃഷ്ണ മുഖം കാണിക്കാന്നു. പിന്നെ പറയാൻ പറ്റുന്ന അതൊക്കെ ആരും ഇപ്പം ഇല്ല, വ്യക്തിത്വമുള്ളവരൊന്നുമില്ല. ശൈലജ അല്പം ഉരുണ്ട് കളിച്ചെങ്കിലും കുറച്ചുകൂടി ജനങ്ങൾ സ്വാധീനമുള്ളതാണ്. പിണറായി മാറ്റി ശൈലജയോ അല്ലെങ്കിൽ രാധാകൃഷ്ണൻ എത്തിയെങ്കിലും ഇന്ന് ഭരണം കിട്ടിയേനെ, ഇല്ലെങ്കിൽ 10-60 സീറ്റുകളും കിട്ടിയേനെ. പിണറായി അത്രക്കൂടി ജനങ്ങൾ വെറുത്തു പോയിന്നേ, അകന്നു പോയി. കാരണം അദ്ദേഹത്തെ മോശം ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തെ മണ്ടത്തരായിപ്പോയി. ചിന്തിച്ചില്ല, ജനങ്ങളുടെ വികാരം മനസ്സിലായില്ല. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കണം. അങ്ങനെ നയിക്കുന്നവനാണ് നേതാവ്, നയിക്കപ്പെടുന്നവനല്ല. നയിക്കുന്ന ഒരു നേതാവെങ്കിൽ ആ നേതാവിന് അറിയാം എൻ്റെ പാർട്ടി വോട്ട് എത്ര കിട്ടിയത്. ഞാൻ അന്ന് പറഞ്ഞാൽ ഒരിക്കലും പറയാണ്, വോട്ട് കഴിയുന്നവർ എൻ്റെ പാർട്ടി ജയിക്കുന്നവർ ഒരു തെറ്റുമില്ല. വോട്ട് കഴിഞ്ഞ് പെട്ടിയിൽ വീട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏത് പാർട്ടിയുടെ നേതാക്കൾ പറഞ്ഞാലും 10% വ്യത്യാസം പാടില്ല. ഒരു 90% ശരിയായിരിക്കണം. ഇത് 30% ശരിയായിപ്പോയത്. വോട്ട് എണ്ണന്നിട്ട് തലേ ദിവസമാണ് 5-ാം തീയതി 12 പറഞ്ഞത്. 5-ാം തീയതി 4-ാം തീയതി വോട്ട് റിസൾട്ട് വരുന്നു. 5-ാം തീയതി ഇവിടെ പറഞ്ഞ് 3-ാം തീയതി വോട്ട് കിട്ടും. അത്ര വിശ്വാസമായിരുന്നു, 100 വോട്ട് കിട്ടും വിശ്വാസം കമ്മ്യൂണിസ്റ്റ് എല്ലാ നേതാക്കൾക്കും. അപ്പം നിങ്ങൾ എന്ത് പാർട്ടിക്കാരാണ്? അണികളുടെ വികാരം നിങ്ങൾക്ക് എവിടെ അറിയാം? പണ്ട് അങ്ങനെ ഉണ്ടായത്. പണ്ട് ഒതേൻ്റെ കാര്യം പറയല്ലേ, ചേല ചുറ്റി തെങ്ങ് കുലിക്കിയിട്ടുണ്ട്. അവിടെ ഈ അഭ്യാസികൾ പ്രത്യേകന്മാരൊക്കെ അവിടെ ഇന്ന് ചേല ചുറ്റിയാൽ വയറനങ്ങും തെങ്ങനങ്ങൂല അവരെ പോലെ. ഇന്ന് നിങ്ങൾക്ക് ജനങ്ങളുടെ മാനസികാവസ്ഥ അറിയാൻ പറ്റത്തില്ല. അറിയുന്നൊരു കാലം ഉണ്ടായിരുന്നു, കഷ്ടപ്പെട്ട് വളർന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് LDF-ൻ്റെ പ്രത്യേക CPM-ൻ്റെ ഒരു വിലയിരുത്തൽ കഴിഞ്ഞാൽ ഒരു 99% ശരിയായിരിക്കും. ഇത്ര വോട്ട് ഇന്ന വാർഡിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് 100%, 98% ശരിയായിരിക്കും. 1-2% ഇന്നിപ്പോൾ 30%, 70%. ഒക്കെ നിങ്ങൾക്കറിയാം, ജനങ്ങളായിട്ട് ബന്ധമല്ലായിരിക്കും. അതാണ് അവസ്ഥ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, എങ്ങനെയാണ് ജയിച്ചതെന്ന് മനസ്സിലാക്കണം. ഈ സമുദായം N ബ്ലോക്കായിട്ട് വോട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ജയിച്ചത്. അതങ്ങോട്ട് മറിയാനൊന്നും പ്രയാസമില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്, നാടിന് നല്ലത്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നിർത്തുക. അതായത് സുധാകരൻ്റെ ഒരു വലിയ പ്രസ്താവന, സുധാകരൻ്റെയൊക്കെ അവസാന നിമിഷം സുധാകരൻ്റെ പോക്ക് വെറും വ്യക്തി സ്വാർത്ഥതയൊക്കെയാണ്. അല്ലാതെ പാർട്ടി മാറി മത്സരിക്കരുത്, പാർട്ടി മാറി വെക്കാം, അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം, മത്സരിക്കുക. അപ്പോൾ അധികാരം മോഹല്ലേ. ആ സുധാകരൻജി ഒരു കാര്യം പറഞ്ഞു, മറ്റേ കുട്ടനാട് MLA എൻ്റെ മണ്ഡലത്തിൽ വരാൻ പാടില്ല. അത് 2 പോയിൻ്റുണ്ട്. 2 പേര് വന്നത് ശരിയാണ്. ഒന്ന്, ഒരു MLA മറ്റൊരു MLA-യുടെ മണ്ഡലത്തിൽ ഔദ്യോഗിക ആവശ്യത്തിലാണ് വരുന്നതെങ്കിൽ അത് ശരിയല്ല, അത് അറിയിച്ചിരിക്കണം. അനൗദ്യോഗിക പേഴ്സണൽ വിഷയം കുഴപ്പമില്ല. പക്ഷേ എൻ്റെ മണ്ഡലത്തിൽ വന്ന് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പരസ്യമായിട്ട് അത് പുള്ളിക്ക് രഹസ്യമായിട്ട് വിളിച്ചു പറയാമല്ലോ ഫോണിൽ കൂടി. അയാൾ സുധാകരൻ മാന്യനാണെങ്കിൽ, അന്തസ്സുള്ളവനാണെങ്കിൽ സുധാകരൻ എന്താ ചെയ്യേണ്ടത്? കോൺഗ്രസിലേക്ക് വന്ന് ജയിച്ച് MLA ആയിട്ട് പാർട്ടി കുത്തിരിപ്പുണ്ടാക്കി. ഇത് കുത്തിരിപ്പല്ലേ? അതിന് മറുവശം മറ്റൊരാൾ ഇനി ഒന്നൊന്നും വന്നുകൊണ്ടിരിക്കും. മാന്യനായതെങ്കിൽ സുധാകരൻ ചെയ്യണമെന്നറിയോ? അയാൾ വിളിച്ച് രജിസ്റ്റർ പറയാം. ഞാൻ എൻ്റെ നാട്ടിലൊരു ആളുണ്ട്. പുള്ളി പറമ്പിലേക്ക് വന്ന് ഒരു അടുത്ത വീട്ടിലെ ആടിനെ വന്നു. അപ്പോൾ പുള്ളി ബഹളം നോക്കി ആടിനെ പിടിച്ചുകൊണ്ട് അവിടെ ചെന്ന് ചിരിച്ചോട് പറഞ്ഞ്, ഇനി എൻ്റെ കൃഷി സ്ഥലത്തേക്ക് വന്നാൽ ഞാൻ അർത്ഥം തിന്നിട്ടു എന്ന് പറഞ്ഞു ചിരിച്ചോണ്ട്. നേരിട്ട് ഇത് പറയായിരുന്നു.
അതുപോലെ നിങ്ങൾക്ക് ഫോൺ ചെയ്ത് പറയായിരുന്നു, അല്ലെങ്കിൽ നേരിട്ട് പറയായിരുന്നു, എൻ്റെ മണ്ഡലത്തിൽ വന്ന് ശരിയല്ല, അല്ലെങ്കിൽ ആരും പറയിപ്പിക്കുക. നിങ്ങൾ 10-15 പി ഒക്കെ അല്ലേ, ഒരാളെ കൊണ്ട് അവരുടെ പിയോട് പറഞ്ഞാൽ പോരെ, നേരിട്ട് എന്തിനാ പറഞ്ഞത്? ഇത് പരസ്യമായിട്ട് പറയാണ് സ്റ്റേജിൽ കയറി. എടോ നിങ്ങളൊക്കെയാണോ മാന്യനും വലിയ തത്വജ്ഞാനിയും നേതാവും ഒക്കെ? അല്ല ഇനി പറ്റേ കോട്ടയത്തെ അല്ലെങ്കിൽ കുട്ടനാട്ടിലെ എം എൽ എയോട് പറയാണ്, പണത്തിന് അഹങ്കാരം കാണിച്ചാണ് സതീശൻ പറഞ്ഞത്. അതൊന്നുമല്ല, പിന്നെ സുധാകരൻ പറഞ്ഞത്, നിങ്ങൾക്ക് മാന്യതയുണ്ടായിരുന്നെങ്കിൽ, മാന്യനാണെങ്കിൽ ചില പ്രോട്ടോക്കോളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ അയാളുടെ മണ്ഡലത്തിൽ ചെല്ലുമ്പോൾ അറ്റ്ലീസ്റ്റ് ഫോൺ ചെയ്ത് പറയും, ഞാൻ നാളെ ഒന്ന് വരുന്നത് കേട്ടോ, അങ്ങനെയൊക്കെ ഫ്രീ ആണെങ്കിൽ നമുക്ക് നേരിട്ട് കാണാൻ പറയും. ഫ്രീ അല്ലെന്നുണ്ടെങ്കിൽ കാര്യം പോരാം. അത് രണ്ട് ചെയ്യില്ല. അപ്പോൾ ഇവരെല്ലാം കള്ളന്മാരാണെന്ന് പറയുക. അധികാരം അവർക്കൊന്നും അല്ലാതെ ജനങ്ങളെ സേവിക്കുകയല്ല. ഇത്രയും കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.